നമുക്കിന്ന് ഇംഗ്ലീഷ് ആക്ടിവിറ്റി ബുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഹോങ്ക് ഹോങ്ക് ടൂട്ട് ടൂട്ട്. അപ്പോൾ ഈ യൂണിറ്റിൽ 12 ആക്ടിവിറ്റീസാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ? ലെറ്റസ് കളർ ദ പിക്ചർ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്തിൻ്റെ പിക്ചറാണ്? അതൊരു ബസ്സിൻ്റെ പിക്ചറാണ്. അപ്പോൾ ഈ പിക്ചറിന് കളർ കൊടുക്കുക. കളർ കൊടുത്തിട്ട് തൊട്ട് താഴെ ദിസ് ഈസ് എ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ അത്? ദിസ് ഈസ് എ ബസ്. അപ്പോൾ ഇവിടെ നമ്മൾ ബസ് എന്നെഴുതി കൊടുക്കുക. ദിസ് ഈസ് എ ബസ്. ഓക്കെ. ആക്ടിവിറ്റി 2. വാട്ട് ഈസ് ഹൈഡിങ് ഹിയർ? വാട്ട് ഈസ് ഹൈഡിങ് ഹിയർ? കളർ ദ ഷേപ്സ് വിത്ത് ഡോട്ട്സ് ഇൻ ദം. അതായത് ഇവിടെ കുറേ ഡോട്ട്സ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡോട്ട്സ് ഉള്ള കോളമൊക്കെ, ആ ഡോട്ട്സ് ഉള്ള ഷേപ്സൊക്കെ കളറ് കൊടുക്കുക. കളറ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു വസ്തു അതിൽ കിട്ടും. അതെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കളറ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത് കളർ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു കാറ് കിട്ടി. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ദിസ് ഈസ് എ ഡാഷ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ അത്? ഇതെന്താ? അത് കാറാണ്. അപ്പോൾ ദിസ് ഈസ് എ കാർ. ദിസ് ഈസ് എ കാർ. ഓക്കെ. ആക്ടിവിറ്റി 3. എന്താ ആക്ടിവിറ്റി 3യിൽ പറഞ്ഞിരിക്കുന്നത്? ലെറ്റസ് ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾസ്, കളർ ദം ടു. ഇവിടെ കുറേ വെഹിക്കിൾസ് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വെഹിക്കിളായിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് കളർ കൊടുക്കുക. അപ്പോൾ കളർ കൊടുക്കുമ്പോൾ നമുക്കിത് ഓരോ വെഹിക്കിളായിട്ട് തിരിയുള്ളൂ. അപ്പോൾ ഇവിടെ സ്കൂട്ടി ഉണ്ട്, ജീപ്പ് ഉണ്ട്, സൈക്കിൾ ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്, ബസ് ഉണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ സെപ്പറേറ്റ് കളർ കൊടുക്കുക. കൊടുത്തിട്ട് അതിൻ്റെ തൊട്ട് താഴെ പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ വെഹിക്കിൾസ് യു ഹാവ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ പിക്ചർ. അതായത് നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുള്ള വെഹിക്കിൾസ് ഏതെല്ലാമാണോ എന്നത് താഴെ കുറേ വെഹിക്കിൾസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് അടുത്തായിട്ട് ടിക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ബസ് കൊടുത്തിട്ടുണ്ട്, ബൈസിക്കിൾ കൊടുത്തിട്ടുണ്ട്, സ്കൂട്ടർ, ട്രെയിൻ, എയറോപ്ലെയിൻ, ജീപ്പ്, മോട്ടോർ ബൈക്ക്, ഓട്ടോറിക്ഷ, കാർ, ലോറി, ബോട്ട്, വാൻ. ഇത്രയും പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ പിക്ചറിൽ ഇല്ല. അപ്പോൾ എന്തൊക്കെയാണ് പിക്ചറിലുള്ളത് എന്ന് നോക്കുക. അതിന് നേരെ ടിക്ക് കൊടുക്കുക. ബസ് ഉണ്ടോ നമ്മുടെ പിക്ചറിൽ? ഉണ്ട്. അതുകൊണ്ട് ബസ്സിന് നേരെ ടിക്ക് കൊടുക്കുക. ദെൻ ബൈസൈക്കിൾ ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്, ട്രെയിൻ ഇല്ല, എയറോപ്ലെയിൻ ഇല്ല, ജീപ്പുണ്ട്, മോട്ടോർ ബൈക്ക് ഉണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, കാറില്ല, ലോറിയില്ല, ബോട്ടില്ല, വാനുണ്ട്. അപ്പോൾ ഇത്രയും ടിക്ക് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് വെഹിക്കിൾ? ഡ്രോ ആൻഡ് കളർ ഇറ്റ്. നമ്മുടെ ഫേവറേറ്റ് വെഹിക്കിൾ ഏതാണ്? അത് വരയ്ക്കുക, അതിന് കളർ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിളിൻ്റെ ചിത്രം ഇവിടെ വരയ്ക്കുക. ഓക്കെ. ദെൻ തൊട്ട് താഴെ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും എഴുതാനുണ്ട്. എന്താ എഴുതുക? ദിസ് ഈസ് എ കാർ. കൊടുത്തിട്ടുള്ളത് കാറിൻ്റെ പിക്ചറാണ്. അപ്പോൾ എന്തെഴുതും? ദിസ് ഈസ് എ കാർ. ഇറ്റ് ഈസ് എ റെഡ് കാർ. ഓക്കെ, അത്ര മതി. ദിസ് ഈസ് എ കാർ. ഇറ്റ് ഈസ് എ റെഡ് കാർ. ഓക്കെ. അടുത്തത് ആക്ടിവിറ്റി 5. ആക്ടിവിറ്റി 5ൽ എന്താ പറയുന്നത്? ലെറ്റസ് മാച്ച് സ്യൂട്ടബ്ലി. ഡ്രോ എ ലൈൻ ആൻഡ് കണക്ട് ദ വെഹിക്കിൾ ആൻഡ് ഇറ്റ്സ് നെയിം. അപ്പോൾ എന്താ പറയുന്നത്? ഇവിടെ കുറേ വെഹിക്കിളിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്? വെഹിക്കിളിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് കണക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് പിക്ചർ എന്താ? ജീപ്പാണ്. എന്ത് കളർ ജീപ്പാണ്? ഗ്രീൻ ജീപ്പാണ്.
അതെവിടെ ഉള്ളത്? ഇതെവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കണക്ട് ചെയ്ത് ജീപ്പിലേക്ക് വരയ്ക്കുക. നെക്സ്റ്റ് എന്താ? റെഡ് സ്കൂട്ടർ. നെക്സ്റ്റ് ബ്ലാക്ക് ബൈസിക്കിൾ. ആൻഡ് നെക്സ്റ്റ് ബ്ലൂ മോട്ടോർ ബൈക്ക്. അപ്പോൾ അതിന് കണക്കായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ അതിൽ. ദെൻ ആക്ടിവിറ്റി 6 എന്താ പറയുന്നത്? ലെറ്റ് us കംപ്ലീറ്റ് ദ പിക്ചർ യൂസിങ് സ്റ്റിക്കേഴ്സ്. അതായത് മക്കളെ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു റോഡുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിലേക്കുള്ള വെഹിക്കിൾസിൻ്റെ പിക്ചർ കളക്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നമുക്ക് കിട്ടുന്ന വെഹിക്കിൾസിൻ്റെ പിക്ചറൊക്കെ കളക്ട് ചെയ്യുക. എയറോപ്ലെയിൻ ആണെങ്കിൽ മുകളിലേക്ക് ഒട്ടിക്കുക. അതുപോലെ ബസ്, ജീപ്പ്, ഓട്ടോറിക്ഷ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഈ പിക്ചറിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 7. വാട്ട് ആർ ദേ ടോക്കിംഗ്? കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഇവിടെ ഒരു കോൺവെർസേഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ്, ഐ ഹാവ് വീൽസ്. ദെൻ എയറോപ്ലെയിൻ എന്ത് പറയുന്നത്? ഐ ടു ഹാവ് വീൽസ്. എനിക്കും വീൽസ് ഉണ്ട്. ദെൻ എയറോപ്ലെയിൻ പറയുന്നത് ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്താ പറയുക? ഐ ഹാവ് ലൈറ്റ്സ്. എനിക്ക് ലൈറ്റ്സ് ഉണ്ട് എന്ന് പറയാം. ദെൻ ഐ ഹാവ് ഹോൺ. ദെൻ എയറോപ്ലെയിൻ എന്ത് പറയും? ഐ ഹാവ് നോ ഹോൺ. എനിക്ക് ഹോൺ ഇല്ല. ഐ ഹാവ് നോ ഹോൺ. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 8. എട്ടാമത്തെ ആക്ടിവിറ്റിയിൽ എന്താ പറയുന്നത്? ലെറ്റ് us കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. നമുക്ക് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. എന്താ അവിടെ? ഒരു ബ്ലൂ ബസ് കൊടുത്തിട്ടുണ്ട്, ഒരു റെഡ് കാറ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പറയുക? ദിസ് ഈസ് എ ഡാഷ് ബസ്. ദിസ് ഈസ് എ ബ്ലൂ ബസ്. ദ ബസ് ഹാസ് സീറ്റ്സ്. ഇതിന് സീറ്റ് ഉണ്ട്. ദ ബസ് ഹാസ് ഹോൺ. ഇതിന് ഹോൺ ഉണ്ട്. അപ്പോൾ നേരെ തൊട്ടിപ്പുറത്ത് എന്ത് പറയാം? ദിസ് ഈസ് എ റെഡ് കാർ. ദ കാർ ഹാസ് സീറ്റ്സ്. സീറ്റ് ഉണ്ട്. ദ കാർ ഹാസ് ഹോൺ ഉണ്ട്. ദെൻ ഇതിന് തൊട്ട് താഴെ നമുക്ക് എന്ത് എഴുതാം? ദ ബസ് ഹാസ് ലൈറ്റ്സ്. ബസ്സിന് ലൈറ്റ് ഉണ്ട്. അതുപോലെ ഇപ്പുറത്ത് എന്ത് എഴുതാം? ദ കാർ ഹാസ് ലൈറ്റ്സ്. കാറിന് ലൈറ്റ് ഉണ്ട്. ദെൻ ദ ബസ് ഹാസ് വീൽസ്. വീലുണ്ട്. കാറിനും എന്തുണ്ട്? ദ കാർ ഹാസ് വീൽസ്. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 9. വാട്ട് ഡു ദേ സേ? ഇവിടെ നമ്മൾക്ക് എന്താണ്? ഒരു കോൺവെർസേഷനാണ് കാണുന്നത്. വാട്ട് ഡു ദേ സേ? അവരെന്താ പറഞ്ഞിട്ടുണ്ടാകുക? ബസ് എന്താ പറയുന്നത്? ഹേ കാർ ഗിവ് വേ. ഹേ കാർ ഗിവ് വേ. വഴി തരാൻ. അപ്പോൾ കാർ എന്ത് പറയും? നോ യു മൂവ്. നോ യു മൂവ് എന്ന് കാറിന് പറയാം. നെക്സ്റ്റ് ട്രാഫിക് പോലീസ് എന്ത് പറയും? സ്റ്റോപ്പ്. അല്ലേ? അപ്പോൾ സ്റ്റോപ്പ് എന്ന് എഴുതി കൊടുക്കാം. ക്ലിയർ ആയില്ലേ? ആക്ടിവിറ്റി 10. ആക്ടിവിറ്റി 10ൽ എന്താ? ലെറ്റ് us കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ദിസ് ജീപ്പ് ഹാസ് നോ വീൽസ്. കറക്റ്റ് അല്ലേ? ജീപ്പിന് വീൽസ് ഇല്ല. ഇവിടെ കൊടുത്ത പിക്ചറിൽ ജീപ്പിന് വീൽസ് ഇല്ല. ദെൻ ദ ലോറി ഹാസ് നോ ലൈറ്റ്സ്. ലോറിക്ക് ലൈറ്റ്സ് ഇല്ല. ദെൻ ദിസ് ഡാഷ് ഹാസ് നോ സീറ്റ്സ്. സീറ്റ് ഇല്ല. ഏതിന്? ദിസ് ബൈസൈക്കിൾ ഹാസ് നോ സീറ്റ്സ്. ദെൻ ദിസ് എന്താ? വാൻ ഹാസ് നോ ഹോൺസ്. അങ്ങനെ പറയാം. ദിസ് വാൻ ഹാസ് നോ ഹോൺ ഇല്ല. ഓക്കെ. ഇതിന് സീറ്റും ലൈറ്റും വീലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതിന് ഹോൺ ഇല്ല എന്ന് പറയാം. ഓക്കെ.
ആക്ടിവിറ്റി 11. വാട്ട് വിൽ ദ ഡോഗ് സേ? ഡോഗ് എന്താണ് പറഞ്ഞിട്ടുണ്ടാകുക? ഇവിടെ എന്താ ക്യാറ്റ് എന്ത് പറയുന്നത്? എ കപ്പ് ഓഫ് ടീ പ്ലീസ്, എ കപ്പ് ഓഫ് ടീ പ്ലീസ്. അപ്പോൾ എന്താ ഡോഗിൻ്റെ കയ്യിൽ നിന്ന് കപ്പ് താഴെ വീണു. ദെൻ ക്യാറ്റ് പറയുന്നത് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ ഡോഗ് എന്ത് പറയും? സോറി സർ. അത്രേ നമുക്ക് അവിടെ വേണ്ടു, സോറി സർ. ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 12. അതിൽ നമ്മൾക്ക് എന്താ കൊടുത്തിട്ടുള്ളത്? ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ആ സോങ്ങിന് നമ്മൾ ലൈൻ ആഡ് ചെയ്യാണ് വേണ്ടത്, വരി കൂട്ടിച്ചേർക്കുക. ആഡ് എ ലൈൻ ടു ദ സോങ്. ഗ്രീൻ ട്രീസ് യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ദെൻ bluebirds you are so fine, I am so happy to see you all. Okay, then next എന്താ പറയുക? എന്താ പറയാം? ഇവിടെ എന്താ റെഡ് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? റെഡ് ഫ്ലവേഴ്സ് യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലുള്ള ആക്ടിവിറ്റീസ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സെക്കൻഡ് യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.